ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫൈനൽ ഡേ ഓഫ് കൗണ്ട് ഡൗൺ ടുവേർഡ്സ് നീറ്റ് സീരീസ്. അപ്പോൾ ഇനി ദിവസങ്ങളൊന്നും ഇല്ല, നാളെയാണ് നീറ്റ് എക്സാം. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ മുന്നേ ചെയ്ത വീഡിയോസിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാത്തതാണ് ഏറ്റവും നല്ലത്. നന്നായി ഫുഡ് കഴിക്കുക, നന്നായി വെള്ളം കുടിക്കുക, നന്നായിട്ട് ഇന്ന് രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങുക. ആൻഡ് നാളെ പറ്റുന്ന അത്രയും നേരത്തെ ആൻഡ് സെൻറ്റേഴ്സ് ദൂരെയാണെങ്കിൽ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് തന്നെ പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് പറയാനുള്ളത്. ആൻഡ് ഫൈനലി നമുക്കൊരു കാര്യം കൂടെ ഡിസ്കസ് ചെയ്യാം, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൻ്റെ ഫ്രണ്ട് പേജ് ഞാൻ അന്ന് കാണിച്ചായിരുന്നു. ആൻഡ് ഇതിൽ നമുക്ക് ടോട്ടൽ 180 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ 90 ക്വസ്റ്റ്യൻസ് ബയോളജിയും 45 ഈച്ച് ഫോർ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആണുള്ളത്. അപ്പോൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട ഓർഡർ എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് ഓർഡർ ഒന്നും ഇല്ല. പക്ഷേ നിങ്ങൾ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ബയോളജി, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ് എന്നുള്ള രീതിയിലാണ് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഒരേ മാർക്കിലുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അവരുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ഈച്ച് ആൻഡ് എവറി സബ്ജക്ട്സിൻ്റെ മാർക്സാണ്. അപ്പോൾ നമുക്ക് ബയോളജീൻ്റെ മാർക്കാണ് ഫസ്റ്റ് നോക്കുക. അതിപ്പോൾ സെയിം ഇപ്പോൾ 620 മാർക്കുള്ള 2 കുട്ടികളുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾ കാണും. ഇപ്പോൾ 2 കുട്ടികളെടുത്താൽ അതിൽ ആർക്കാണോ ബയോളജിക്ക് മാർക്ക് കൂടുതൽ അവരായിരിക്കും മേലത്തെ റാങ്കിൽ ഉണ്ടാവുക. ആൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് ബയോളജിക്ക് ഇപ്പോൾ സെയിം മാർക്കാണെങ്കിൽ അടുത്ത കെമിസ്ട്രിക്ക് ആർക്കാണോ മാർക്ക് കൂടുതൽ അവരാണ് മേലത്തെ റാങ്കിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ റാങ്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പം മോസ്റ്റ്ലി നമുക്കറിയാമല്ലോ, ഒറ്റ റാങ്കിനൊക്കെയാണ് ഒരേ സെയിം മാർക്കുള്ള ആൾ കയറി പോയിട്ട് ഒരു റാങ്കിനൊക്കെ നമ്മൾ നിന്ന് പോകാറുണ്ട്. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ബയോളജിക്ക് കൊടുക്കുക, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ് കൊടുക്കുക. അപ്പം അത്രയൊക്കെയുള്ള ഗൈസ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോകുമ്പോഴും സെൻട്രലിലേക്ക് പോകുമ്പോഴും അവിടെ എത്തിയിട്ടും ഒക്കെയുള്ള നമ്മുടെ ഹെൽത്തും കാര്യങ്ങളും അങ്ങനത്തെ ജനറൽ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നീറ്റ് എക്സാമിൻ്റെ ഇടയിൽ ലാസ്റ്റ് 1 അവർ വാഷ്റൂമിൽ പോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ നേരത്തെ എഴുതി കഴിഞ്ഞാൽ പോലും നമുക്ക് 5 മണി ആയിട്ടേ ഇറങ്ങാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അഥവാ നിങ്ങൾക്ക് വാഷ്റൂമിലോ അങ്ങനെ എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ അർജൻസി വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ 1 മണിക്കൂറിന് മുന്നേ തന്നെ പോവുക. അങ്ങനത്തെ ജനറൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ നീറ്റ് എക്സാം. ബൈ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് റഫ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് ഈ ലാസ്റ്റ് ഒരു സിംഗിൾ ഷീറ്റാണ്. ഇവിടെയും പറ്റും. അപ്പം ഇതിൽ നമ്മൾ ഇപ്പം ഫിസിക്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ മോസ്റ്റ്ലി നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മറിച്ച് അപ്പുറത്തെത്തിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇതുപോലെ സൈഡ്സിൽ തന്നെ കുഞ്ഞായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആവില്ല. ആൻഡ് മാത്രമല്ല, ചിലർക്ക് ഇതുപോലും തികയില്ല. അപ്പോൾ ഇതിലൊക്കെ കൊള്ളിക്കുന്ന രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് വേറെ എക്സ്ട്രാ പേപ്പേഴ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നതല്ല. ഇതിൽ തന്നെ നമ്മൾ എല്ലാ റഫ് വർക്കും ചെയ്യണം. അപ്പോൾ മാക്സിമം ഇങ്ങനെ സൈഡിൽ തന്നെ ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ. ആൻഡ് അത്യാവശ്യമാണെങ്കിൽ ഈ ലാസ്റ്റ് പേജ് യൂസ് ചെയ്യാം. ഞാൻ ഈ ലാസ്റ്റ് പേജ് യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇതൊക്കെ ഞാൻ വീട്ടിൽ വന്നിട്ട് മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗസ്. ബൈ.